യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ. ഇത് ഒരു മിനി വാക്വം ക്ലീനറാണ്. നമ്മൾ കാറിലെല്ലാം എത്രയാ പൊടി ഉണ്ടാവും, എത്ര പൊടി അകത്തേക്ക് നമുക്ക് അടിക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്കത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായാലും നമുക്ക് എന്താ പറയണ്ടേ, നമ്മൾ ടവലും ഇതെല്ലാം വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിങ്ങനെ സർവീസെല്ലാം കൊടുക്കുന്നതിനേക്കാളും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ഉള്ളത് കാറിൽ. അപ്പോൾ നമുക്ക് അത് ശരിക്കും അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു മിനി വാക്വം ക്ലീനർ വാങ്ങി പിന്നെ എന്താണ് എല്ലാ മുക്കിലും മൂലയിലും നമുക്കെല്ലാ പൊടിയും കുറച്ച് ഒരു വലുതായ പേപ്പർ പീസ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ തെമേന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് വാങ്ങുന്ന സമയത്ത് ഇത് ഹെൽപ്ഫുള്ളാവുമോ, ഈ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടാവുമോ എന്നൊന്നും ഉറപ്പൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഉപയോഗിച്ചിട്ടാകുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് വീട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായാൽ എല്ലാ രീതിയിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് വലിയൊരു വാക്വം ക്ലീനർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെറിയ ചെറിയ സ്പേസ് എല്ലാം ഉണ്ടാവില്ലേ, ഇതുപോലെ ഇങ്ങനെ ഗ്ലാസ് റൂഫ് ടോപ്പെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. ഇപ്പോൾ കണ്ടില്ലേ, ഇത്രത്തോളം പൊടിയാണ് നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. നമ്മൾ ഏകദേശം ഒരു വീക്കിലി തന്നെ ക്ലീൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ നമുക്ക് ക്ലീൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് പൊടി കൊണ്ടുണ്ടാകുന്ന ശ്വാസം മുട്ട്, അലർജി ഇതൊന്നും വരില്ല. വണ്ടി നമുക്ക് സർവീസിന് കൊടുക്കാം. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാമല്ലോ. അപ്പം അതിന് ഒരുപാട് ബ്രഷും ഉണ്ട്. ഏകദേശം ഒരു 5-6 ടൈപ്പ് ബ്രഷസും ഉണ്ട് പല സർഫേസിലായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് സോഫയാണ്. സോഫയിൽ എത്രയാണ് നമ്മൾ പൊടി ഉണ്ടാകുന്നതെന്ന് നമുക്ക് അത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോഴാണ് ഇതായിട്ട് അതിൻ്റെ പൊടിയെല്ലാം കയറല്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ വാക്വം ക്ലീനറിൽ എല്ലാം അതിൻ്റെ ബ്രഷ് ഉണ്ട്, അതിൻ്റെ ബ്രഷ് കൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ പൊടിയെല്ലാം ഇളകി വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ കുട്ടികൾ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും കഴിക്കുമ്പോൾ എല്ലാം, പിന്നെ അവരുടെ ടോയ്സ് എല്ലാം ഇതുപോലെ ഇങ്ങനെ ഗ്യാപ്പില്ല സോഫയല്ലേ ഇപ്പോൾ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല, അത് കാണാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും ഫുഡിൻ്റെ പാർട്സ്, ഫുഡ് കഴിച്ചതിൻ്റെ ചിപ്സ് അതിൻ്റെ എല്ലാം പീസെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ സോഫേൻ്റെ ഇടയിൽ നിന്ന്. അപ്പോൾ അതെല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമുക്കൊരു വലിയൊരു വാക്വം ക്ലീനർ കൊണ്ട് മേ ബി ആ ഒരു ഗ്യാപ്പിലൊന്നും നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അപ്പം ഇത്രത്തോളം പൊടി ഈ സോഫയിൽ നിന്ന് വന്നെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഏകദേശം കുട്ടികൾ ഉണ്ടാക്കുന്ന ചിപ്സിൻ്റെ വേസ്റ്റ്, പിന്നെ ഇങ്ങനെ ടോയ്സിൻ്റെ പീസെല്ലാം അതെല്ലാം ഈ സോഫേൻ്റെ ഇടയിൽ നിന്ന് കുടുങ്ങിയിട്ടുള്ളത്. ഈ ഒരു വാക്വം ക്ലീനർ നമുക്ക് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. ഈ ഒരു ഫിൽറ്റർ പോലെയുള്ള നമ്മൾ AC-ൻ്റെ എല്ലാം ഫിൽറ്ററിൽ അതുപോലെയുള്ള ഈ പാർട്സിൽ നമുക്ക് ബ്രഷ് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് വാഷ് ചെയ്യാം, സോപ്പ് കൊണ്ടൊന്ന് വെച്ച് വാഷ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിത് ഭയങ്കര ഹാൻഡിലിയാണ്, ഭയങ്കര ചെറുതല്ലേ. അപ്പം നന്നായിട്ട് നമുക്കൊരു ചെറിയൊരു ഗണ്ണെല്ലാം പിടിക്കും പോലെ നമുക്ക് പിടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പം ഞാനിത് കാർപ്പറ്റിലും കൂടി പൊടിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് കാർപ്പറ്റിൽ പൊടിയും എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട് കേട്ടോ.
യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ കുഞ്ഞല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കയ്യിൽ കൊണ്ട് നടക്കാനും പറ്റും. ഇത് റീചാർജ് ചെയ്യേണ്ടതാണ്. റീചാർജ് ഒരു പ്രാവശ്യം റീചാർജ് ചെയ്താൽ കുറേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ തെമൂല് അന്ന് ഫസ്റ്റ് പർച്ചേസിന് ഹാഫ് പ്രൈസ് ഓഫർ ഉണ്ടായ സമയത്താണ് ഇതിൻ്റെ ഈ ഒരു 47 ദിർഹംസിൻ്റെ പകുതി എന്തോ ആയിട്ടില്ല ഇതിൻ്റെ റേറ്റ്. പക്ഷേ ആ ഒരു റേറ്റിന് നമുക്ക് വേർത്താണ്. ഇനിയിപ്പോൾ 47 ദിർഹംസ് ആയാലും അതിനുള്ള ക്വാളിറ്റിയും യൂസ്ഫുള്ളാണ് കേട്ടോ ഈ പ്രൊഡക്റ്റ്.